السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهمة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുന്നവരുണ്ട്. ഓരോരോ കമന്റുകൾ ഞാൻ വായിക്കുന്നതാണ്. കമന്റ് ബോക്സിൽ ധാരാളം ആളുകൾ, ധാരാളം ഈ മജ്ലിസിന്റെ മുഹിബ്ബീങ്ങൾ, ഈ മജ്ലിസിന്റെ വാഹകർ, ഈ മജ്ലിസിന്റെ ഖാദിമീങ്ങൾ, ധാരാളം എൻ്റെ സഹോദരി സഹോദരന്മാർ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുന്ന ആളുകളുണ്ട്. ദുആ വസിയത്തുകളെ എഴുതി അറിയിക്കുന്നവർ. അർഹമുർ റഹീമീനായ അല്ലാഹ്, അർഹമുർ റഹീമീനായ അല്ലാഹ് അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹസിലാക്കണേ അല്ലാഹ്, നീ ഹസിലാക്കണേ അല്ലാഹ്. അവരെ മുറാദുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരെ ഉദ്ദേശങ്ങളെ നീ പൂവണിയിച്ചു കൊടുക്കണേ അല്ലാഹ്, നീ പൂവണിയിച്ചു കൊടുക്കണേ അല്ലാഹ്, നീ പൂവണിയിച്ചു കൊടുക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് ധാരാളം ദുആ വസിയത്തുകൾ, ഫോൺ വിളിച്ച് ദുആ വസിയത്തുകൾ അറിയിക്കുന്നവർ, വാട്സപ്പിൽ എഴുതി ദുആ വസിയത്തുകൾ അറിയിക്കുന്നവർ. അർഹമുർ റഹീമീനായ അല്ലാഹ് അവരെ മുറാദുകളെ, അവരെ ഉദ്ദേശങ്ങളെ സഫലീകരിക്കണേ അല്ലാഹ്, നീ സഫലീകരിക്കണേ അല്ലാഹ്, നീ സഫലീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഈ മജ്ലിസിനെ ഹൃദയത്തോട് വെച്ച് ഇഷ്ടം വെക്കുന്നവർ, ഇതിൻ്റെ മുഹിബ്ബീങ്ങൾ, ഇതിൻ്റെ ഖാദിമീങ്ങൾ, ഇതിൻ്റെ പ്രചാരകർ, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഈ മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നവർ. അർഹമുർ റഹീമീനായ അല്ലാഹ് തക്കതായ പ്രതിഫലം നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാഹ്, തക്കതായ പ്രതിഫലം ഇരു വീട്ടിലും നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാഹ്. അവരെ മുറാദുകൾ നീ ഹസിലാക്കണേ അല്ലാഹ്. ഒരു മജ്ലിസും മുടങ്ങാതെ കാണുന്നവരുണ്ട്, എനിക്കറിയാവുന്ന ആളുകളുണ്ട്. ഒരു മജ്ലിസ് പോലും മുടങ്ങാതെ തങ്ങളെ സയ്യിദിയ മജ്ലിസ് മുടങ്ങാതെ കാണുന്നവരുണ്ട്. അത് കണ്ടിട്ടിൽ തങ്ങളെ ഒരു ഇടങ്ങേറാണ്. തങ്ങളെ മജ്ലിസ് കണ്ട ഒരു സമാധാനമാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, വെറുതെ ഞാൻ പറയുന്നതില്ല. ധാരാളം ആളുകൾ എൻ്റെ അടുത്ത് പറയുന്നതാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. ആ മജ്ലിസ് കണ്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ആ മജ്ലിസിൽ നിന്ന് കേൾക്കണ ആ മജ്ലിസിൽ തങ്ങൾ പറയുന്ന അമലുകൾ ഞാൻ സ്വീകരിക്കും, ഞാൻ അങ്ങ് ചൊല്ലാൻ തുടങ്ങും. നിങ്ങളെ എല്ലാ മജ്ലിസും മുടങ്ങാതെ കാണുന്നവരാണ് തങ്ങൾ ദുആ ചെയ്യുന്നത്. റഹ്മുർ റഹീമീനായ അല്ലാഹ് തക്കതായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാഹ്. ഈ ഇൽമിന്റെ മജ്ലിസിനെ സ്നേഹിച്ചതുകൊണ്ടാണ്, സാദാത്യങ്ങൾ നടത്തുന്ന ഈ ഇൽമിന്റെ മജ്ലിസിനെ സ്നേഹിച്ചതുകൊണ്ടാണ് അവർ സ്ഥിരമായി മുടങ്ങാതെ മജ്ലിസ് കാണുന്നത്. അല്ലാഹുവേ, ഹബീബായ തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാൻ അല്ലാഹുവേ അവർക്ക് നീ ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്, നീ തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ നിലകൊള്ളുന്നത് വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലെ അവസാനത്തെ ദിവസത്തിലാണ്.
നമ്മളിലേക്ക് സമാഗതമായി വരുന്നത് വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസമാണ്. ഹബീബായ തങ്ങള്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞത് റജബുൻ ഷഹറുല്ലാഹ്, ശഅബാനു ഷഹരി, റമളാനു ഷഹ്റു ഉമ്മത്തി. റജബ് അള്ളാന്റെ മാസമാണ്, ശഅബാൻ അത് എൻ്റെ മാസമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് വിശേഷിപ്പിച്ച, അതിനെ പരിചയപ്പെടുത്തിയ മാസത്തിലേക്കാണ് ഇൻഷാ അല്ലാഹ് എൻ്റെ മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും ആ മാസത്തിനെയാണ് വരവേൽക്കുന്നത്. ആ മാസത്തിലേക്കാണ് ഞാനും നിങ്ങളും കടന്നു നീങ്ങുന്നത്. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, റജബിൽ ഞങ്ങൾ ചെയ്ത എല്ലാ അമാലുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്, എല്ലാ ദിക്റുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്, എല്ലാ സ്വലാത്തുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. റജബിൽ ഞങ്ങൾ ഓതിയ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിൻ്റെ തക്കതായ പ്രതിഫലം അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഇരു വീട്ടിലും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളിലേക്ക് കടന്നു വരുന്നത് വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസമാണ്. അത് അള്ളാന്റെ റസൂലിന്റെ മാസമാണ്, ഞങ്ങളെ മുത്തിന്റെ മാസമാണ്, ഞങ്ങളെ നേതാവിന്റെ മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം. അത് കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരുന്നത് വിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസമാണ്. റജബ് മാസം വന്നാൽ നമ്മൾ വിത്തിനെങ്ങനെ പാകണം, വിത്തിടണം. ശഅബാൻ മാസത്തിലോ അത് നനച്ചു കൊടുക്കണം എൻ്റെ മുഅ്മിനീങ്ങളെ. റമളാനിൽ അതിനെ വിളവെടുക്കുന്ന മാസമാണ്. ആ മാസം ഇൻഷാ അല്ലാഹ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. നന കൊടുക്കേണ്ട മാസം, നനയ്ക്കേണ്ട മാസം, വിത്തിനെ നനയ്ക്കേണ്ട മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം. ആ മാസമാണ് ഇൻഷാ അല്ലാഹ്. ഇന്ന് ശഅബാനിന്റെ ആദ്യ രാവിലാണ് ഇൻഷാ അല്ലാഹ് എൻ്റെ മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. എന്താണ് ശഅബാൻ മാസം? ശഅബാൻ മാസത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് അത് നമുക്കറിയണ്ടേ? അത് നമുക്കറിയണം. ശഅബാനിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാം. ശഅബാൻ മാസം വരുന്നതിന് മുമ്പ് അതിൻ്റെ പ്രത്യേകതകളെപ്പറ്റി, അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അത് പറയുന്നതിന് മുമ്പ് ധാരാളം ആളുകളാണ് നമ്മളെ മജ്ലിസിലേക്ക് നിരന്തരമായി വിളിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കേരളത്തിൻ്റെ അകത്ത് നിന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിൻ്റെ അകത്ത് നിന്ന്, കർണാടക, തമിഴ്നാട് പോലുള്ള ഇതര സ്റ്റേറ്റുകളിൽ എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ, എൻ്റെ ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ, ധാരാളം ആളുകളാണ് പല പ്രയാസങ്ങൾ, പല ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട്, പല ഇടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട്, പല പൈശാചികമായ ഉപദ്രവത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ, നമ്മുമായി ബന്ധപ്പെടുന്ന ആളുകൾ, ഫോൺ വിളിച്ചറിയിക്കുന്ന ആളുകൾ, നേരിട്ട് കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ, അവരൊക്കെ ചോദിക്കുന്നത്, വിളിച്ച ആളുകൾ ചോദിക്കുന്നത്, ഇനി എന്നാണ് തങ്ങളെ വീട്ടിൽ കൺസൾട്ടിങ്ങിന് എന്നാണുള്ളത്? ഇനി വരുന്ന ശനിയാഴ്ചയാണ് വീട്ടിൽ നോട്ടമുള്ളത്. അതായത് നാളെ. ഇന്ന് വിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിവസമാണ്. ഇൻഷാ അല്ലാഹ് നാളെ ശഅബാൻ 1 ശനിയാഴ്ച ദിവസം ഇൻഷാ അല്ലാഹ് കൺസൾട്ടിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച, എല്ലാ ശനിയും തിങ്കളുമാണ്, 2 ദിവസമാണ്, ആഴ്ചയിൽ 2 ദിവസമാണ് വീട്ടിൽ നോട്ടമുള്ളത്. പല ഭാഗങ്ങളിൽ നിന്നാണ് ഇവിടത്തേക്ക് പല പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, പല ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട്, പല ഇടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട് എന്നെ സമീപിക്കുന്നവർ, അവർക്കതിൻ്റെതായ കാര്യങ്ങൾ നോക്കി അവരെ കാര്യങ്ങൾ ഏത് രീതിയിലാണോ ഒരു പ്രയാസം പറഞ്ഞു വരുന്നത്, പൈശാചികമായ തലത്തിലാണെങ്കിൽ എന്ത് പൈശാചികമായ അവസ്ഥയാണ് ഇവരിൽ വന്നു ചേർന്നിട്ടുള്ളത്, ഇവരുടെ ശരീരത്തിൽ എന്ത് പിശാചാണുള്ളത്, അല്ലെങ്കിൽ ഇവരെ ഭൂമിയിൽ എന്ത് പിശാചാണുള്ളത്, എന്ത് പിശാചിൻ്റെ സാന്നിധ്യമാണ്, അല്ലെങ്കിൽ ഇവരെ വീട്ടിൽ എന്ത് പിശാചിൻ്റെ സാന്നിധ്യമാണുള്ളത്, അതായ കാര്യത്തിൽ അതിൻ്റെ കണക്ക് നോക്കി, അതിൻ്റെ കാര്യങ്ങൾ നോക്കി ഇൻഷാ അല്ലാഹ് നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കാറുണ്ട്. അതിൻ്റെ മാർഗങ്ങൾ, അതിൻ്റെ നിർദ്ദേശങ്ങൾ, അത് എങ്ങനെയാണോ അത് ഇബ്താൽ ചെയ്യേണ്ടത്, ബാത്തിലാക്കേണ്ടത്, അതിൻ്റെ മാർഗങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നേരിട്ട് കൺസൾട്ടിങ്ങിന് ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾ ഇവിടത്തേക്ക് എത്തിച്ചേരുന്നത്. ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, വിവാഹ തടസ്സങ്ങൾ, അതിൻ്റെ മാർഗങ്ങൾ
മാർഗങ്ങൾ എന്തൊക്കെയാണ്, അത് നീക്കൽ എങ്ങനെയാണ്, എന്തുകൊണ്ടൊക്കെ തടസ്സങ്ങൾ നമുക്കുണ്ടാകും ജീവിതത്തിൽ, അതൊക്കെ അതിൻ്റെതായ രീതിയിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പകർന്നു കൊടുക്കാറുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് കിട്ടിയ പാരമ്പര്യ രീതിയിലാണ് ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ കൺസൾട്ടിങ് രീതി. അല്ലാഹുവേ നീ നിലനിർത്തണേ അല്ലാഹ്. എന്നെ പോയും പറയുന്നത് പോലെ ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ് ഈ സയ്യിദിയും മജ്ലിസ്. തിങ്കളാഴ്ചയും ശനിയാഴ്ചയുമുള്ള കൺസൾട്ടിങ് രീതി ഉപ്പാപ്പയുടെ നോട്ടവും കാവലിലുമാണ്. അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ അച്ചയിലെ സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലുണ്ടി തീരത്തണഞ്ഞ മഹാനായ ഖുത്ബ് ഹസൻ ജമലുല്ലൈലി ഉപ്പാപ്പ ഞങ്ങളൊക്കെ വെള്ളിപ്പയാണ്. ജമലുല്ലൈലി സാദാത്ത് നിങ്ങളെ ഉപ്പാപ്പയാണ്. ഉപ്പാപ്പയുടെ നോട്ടവും കാവലുമാണ് ഈ മജ്ലിസിന്റെ വളർച്ച. അവിടുത്തെ ഇജാസത്ത് പ്രകാരമാണ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമുള്ള കൺസൾട്ടിങ് രീതി. ഇവിടെ എന്ത് അമല് പറഞ്ഞാലും, എന്ത് ദിക്ർ പറഞ്ഞാലും, എന്ത് സ്വലാത്ത് പറഞ്ഞാലും അവിടുത്തെ സമ്മതം ചോദിച്ചിട്ട് മാത്രമാണ് ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ എന്തും പറയാറുള്ളൂ, എന്ത് അമല് കൊടുക്കാറുമുള്ളൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ ഉപ്പാപ്പയുടെ ദറജ നീ ഏറ്റി ഉയർത്തണേ അല്ലാഹ്. അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ കിടക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. നീ ചേർക്കണേ അല്ലാഹ്, നീ ചേർക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇൽമു പറയുന്ന മജ്ലിസാണ് അല്ലാഹ്, അമലുകൾ പറയുന്ന മജ്ലിസാണ് അല്ലാഹ്, ദിക്റുകൾ കൊടുക്കുന്ന മജ്ലിസാണ് അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹ് ഇരു വീട്ടിലും ഞങ്ങൾക്ക് നീ അല്ലാഹുവേ വിജയം നൽകണേ അല്ലാഹ്. നീ വിജയം നൽകണേ അല്ലാഹ്, നീ വിജയം നൽകണേ അല്ലാഹ്. ധാരാളം ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എന്നെ സമീപിക്കുന്നവരുണ്ട് അല്ലാഹ്. പല പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, പല ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട്, പല ഇടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട് സമീപിക്കുന്നവരുണ്ട് അല്ലാഹ്. അവരെ പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ ബുദ്ധിമുട്ടുകളെ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അവർക്ക് റാഹത്തും സലാമത്തും നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. എന്താണ് ശഅബാനിൻ്റെ പ്രത്യേകതകൾ? ഇൻഷാ അല്ലാഹ് നമുക്കത് പഠിക്കാം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ പ്രത്യേകത, ശഅബാൻ മാസത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. ഓരോരോ പ്രത്യേകതകൾ ശ്രദ്ധിച്ചു അത് കേട്ട് ബൈഹാട്ടാക്കുക. ഒന്നാമത്തെ പ്രത്യേകത, ധാരാളം ഇസ്ലാമിൻ്റെ ധാരാളം ഹുക്കുമുകൾ വന്ന മാസമാണ്, വിധികൾ വന്ന മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം. നമുക്കിത് ആർക്കും, ധാരാളം ആളുകൾക്ക് അറിയാത്ത കാര്യമാണ്, അറിയാത്തൊരു ഇൽമിനെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ സയ്യിദിയും മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് പകർന്നു നൽകുന്നത്. നാളെ നമ്മളിലേക്ക് കടന്നു വരുന്നത് വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ 1. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ, ശഅബാൻ മാസത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, ധാരാളം ഇസ്ലാമികപരമായിട്ട് ധാരാളം ഹുക്കുമുകൾ, വിധികൾ വന്ന മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം. ഏതൊക്കെയാണ് വിധികൾ? റമളാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാണ് എന്ന വിധി വന്നത് പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തിലാണ്. റമളാനിൽ നോമ്പ് നിർബന്ധമാണ് എന്നുള്ള വിധി വന്നത് പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തിലാണ്. സക്കാത്ത് നിർബന്ധമാണെന്നുള്ള വിധി വന്നത് പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തിലാണ്. ഫിത്ർ സക്കാത്ത് നിർബന്ധമാണെന്നുള്ള വിധി വന്നത് പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തിലാണ്. 2 പെരുന്നാൾ നിസ്കാരം അതിശക്തമായ സുന്നത്താണെന്നുള്ള വിധി വന്നത് പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തിലാണ്. എൻ്റെ മുഅ്മിനീങ്ങളെ, ഇങ്ങനെ പറയുന്ന ധാരാളം ഹുക്കുമുകള് ഇസ്ലാമിൻ്റെ ധാരാളം വിധികൾ വന്ന മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് ഹബീബായ തങ്ങളുടെ അങ്ങയുടെ ശഫാഅത്തിൽ അവർക്ക് സ്വർഗ്ഗത്തിൽ കടക്കാമെന്നുള്ള സന്തോഷകരമായുള്ള വാർത്ത വന്നത് പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തിലാണ്. എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, ഹബീബായ തങ്ങളുടെ ഉമ്മത്താണ് എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും. ഹബീബായ തങ്ങളുടെ ശഫാഅത്തിൽ നമുക്ക് സ്വർഗം കരസ്ഥമാക്കാമെന്നുള്ള സന്തോഷ വാർത്ത അല്ലാഹു അറിയിച്ചു കൊടുത്തത് പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തിലാണ്. അപ്പൊ ശഅബാൻ ധാരാളം പ്രത്യേകതകളുള്ള മാസമാണ്. പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം, ആ ശഅബാൻ മാസമാണ് എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ നമ്മളിലേക്ക് കടന്നു വരുന്നത്. ആ ശഅബാൻ മാസത്തിൽ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് ധാരാളം അമലുകൾ നമ്മൾ ശഅബാനിൽ നമ്മൾ ചെയ്യണേ എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ. ഇത് മാത്രമല്ല, ധാരാളം ശ്രേഷ്ഠതകൾ വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തിനുണ്ട്. സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്ത് ഏതാണ് ആയത്ത്? ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. എല്ലാവർക്കും അറിയുന്ന ആയത്താണ്. നിശ്ചയമായിട്ടും അല്ലാഹുവിന്റെ മലായികത്തീങ്ങളും ഹബീബായ റസൂലുള്ളാഹിന്റെ മേൽ ധാരാളം സ്വലാത്തുകൾ ചെല്ലാറുണ്ട്. അതുകൊണ്ട് തന്നെ മുത്തുമുഅ്മിനീങ്ങളെ നിങ്ങളും ചൊല്ലണേ എന്ന അതിശ്രേഷ്ഠമായ ആയത്തിറങ്ങിയ മാസമാണ് ശഅബാൻ മാസം. അതാണ് പറയുന്നത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ശഅബാനു ശഹരി, ശഅബാൻ എൻ്റെ മാസമാണ്. ഈ ആയത്തിനിറക്കിയത് വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തിലാണ്. നബിയേ, ഞാനും എൻ്റെ മലായികത്തീങ്ങളും അങ്ങയുടെ മേലിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഉമ്മത്തിന് ധാരാളം സ്വലാത്ത് ചൊല്ലാൻ പറയണേ എന്ന അതിശ്രേഷ്ഠമായ ആയത്തിറങ്ങിയ മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം. അതുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ നമ്മൾ അധികരിപ്പിക്കേണ്ട മാസം കൂടിയാണ് വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം. ഇൻഷാ അല്ലാഹ് നമുക്കൊരു സ്വലാത്തിനെ ഈ മജ്ലിസിൽ ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു സ്വലാത്തും കൂടി ചൊല്ലിയിട്ടാണ്, ദുആ കൂടി ചെയ്തിട്ടാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും പിരിയേണ്ടത്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമതായിട്ടുള്ള പ്രത്യേകത, ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന അമലുകൾ രാവിലെയും വൈകുന്നേരവുമാണ് അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുക. ആഴ്ചയിൽ നമ്മൾ നോക്കുമ്പോൾ വ്യാഴാഴ്ച ദിവസവുമാണ്. വർഷമെടുത്ത് നോക്കുന്ന സമയത്ത് അത് വിശുദ്ധമാക്കപ്പെട്ട ശഅബാനിലെ ബറാഅത്ത് രാവിലാണ്. നമ്മൾ ചെയ്ത അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് വർഷത്തിലെടുത്ത് നോക്കുമ്പോൾ ശഅബാനിലെ ബറാഅത്ത് രാവിലാണ് എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അമൽ ഉയർത്തപ്പെടുന്ന അതിശ്രേഷ്ഠമായ മാസമാണ് ശഅബാൻ മാസം. എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, അമലുകൾ ഉയർത്തപ്പെടുന്ന വർഷത്തിൽ അമൽ ഉയർത്തപ്പെടുന്ന മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം. ഏത് രാവിലെ? ശഅബാനിലെ ബറാഅത്ത് രാവിലാണ് നമ്മളെ അമലുകൾ അല്ലാഹു ഉയർത്തപ്പെടുക. അഞ്ചാമതായിട്ടുള്ള പ്രത്യേകത, ഇന്നഹു തുക്തബു ഫീഹിൽ അജൽ, നമ്മൾ ആയുസ്സിനെ പുതുക്കപ്പെടുന്ന മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം. ആയുസ്സിനെ പുതുക്കപ്പെടുന്ന മാസം. എപ്പോഴാണത് പുതുക്കപ്പെടുക? ബറാഅത്ത് രാവിലെ നമ്മൾ 3 യാസീൻ ഓതാറുണ്ട്. എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ എല്ലാവർക്കും അറിയുന്നതാണ്, എല്ലാവരും അത് ഓതുന്നതാണ്.
നമ്മൾ ആയുസ്സിനെ പുതുക്കപ്പെടുന്ന മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം. എപ്പോഴാണ് അത് പുതുക്കപ്പെടുക? ബറാഅത്ത് രാവിലെ നമ്മൾ 3 യാസീൻ ഓതാറില്ലേ? അതിൽ ഒന്നാമത്തെ യാസീന് ആയുസ്സിൽ ബറക്കത്തുണ്ടാവാൻ, രണ്ടാമത്തെ യാസീന് റിസ്ഖ് വിശാലമാവാൻ, മൂന്നാമത്തെ യാസീൻ നമ്മൾ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി, മൂന്നാമത്തെ യാസീൻ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി. അങ്ങനെ 3 യാസീൻ ഓതാറുണ്ട്. ഒന്നാമതായി നമ്മൾ ഓതുന്ന യാസീന് ആയുസ്സിൽ ബറക്കത്തുണ്ടാവാനാണ്. എൻ്റെ മുഅ്മിനീങ്ങളെ, അതാണ് പറയുന്നത് ആയുസ്സിനെ പുതുക്കപ്പെടുന്ന മാസം കൂടിയാണ് വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം. ആറാമതായിട്ടുള്ള പ്രത്യേകത ശഹ്റുസ്വലാത്തി അലൻ നബിയിൽ മുഖ്താർ, ഹബീബായ റസൂലുള്ളാഹിന്റെ പേരിൽ ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട മാസം കൂടിയാണ് വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം. ഈ മാസത്തിൽ ആരെങ്കിലും 100 സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് വേണ്ടി അല്ലാഹു ഒരു മലക്കിനെ നിയോഗിക്കപ്പെടും. ഖിയാമത്ത് നാൾ വരെ അവൻ ചെയ്യുന്ന പാപങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടി ഒരു മലക്കിനെ അല്ലാഹു നിയോഗിക്കും. ഈ മാസത്തിൽ ആരെങ്കിലും ഒരു 100 സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് വേണ്ടി അല്ലാഹു ഒരു മലക്കിനെ നിയോഗിക്കും. ആ മലക്കിൻ്റെ ജോലി എന്താണ്? ഖിയാമത്ത് നാൾ വരെ അവൻ ചെയ്യുന്ന പാപങ്ങൾ അല്ലാഹുവിൽ നിന്ന് പൊറുപ്പിക്കാൻ വേണ്ടി, അവൻ ചെയ്യുന്ന പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടി ഒരു മലക്കിനെ അല്ലാഹു നിയോഗിക്കുന്നതാണ്. അപ്പം സ്വലാത്ത് ചൊല്ലാൻ ഏറ്റവും മഹത്തമാക്കപ്പെട്ട മാസം അത് ശഅബാൻ മാസമാണ്. ധാരാളം സ്വലാത്തുകൾ മുഅ്മിനീങ്ങളെ നമ്മൾ അധികരിപ്പിക്കണം. ഈ ശഅബാൻ മാസത്തിൽ ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കണം. ധാരാളം ദിക്റുകളും സ്വലാത്തുകളും നമ്മൾ അധികരിപ്പിച്ച് ഈ പവിത്രമാക്കപ്പെട്ട മാസത്തിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ വരവേൽക്കണം. മുഅ്മിനീങ്ങളെ, നമ്മളിലേക്ക് വരാൻ പോകുന്നത് വിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസമാണ്. ഇത് വിത്തിന് നനക്കുന്ന മാസമാണെങ്കിൽ റമളാൻ മാസം ആ വിത്തിലുണ്ടാകുന്ന കായ് ഫലങ്ങൾ പറിക്കുന്ന മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം. അവസാനമായിട്ടുള്ള പ്രത്യേകത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 10 മാസക്കാലം ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് കിബിലയായിട്ട് നിസ്കരിച്ചത്. മക്കയിൽ പോയവർക്കറിയാം, ഉംറക്ക് പോയവർക്കറിയാം, ഹജ്ജിന് പോയവർക്കറിയാം. അവിടെയുള്ള ഒരു മസ്ജിദ് ഉണ്ട്, കിബിലത്തൈൻ, 2 കിബിലയുള്ള മസ്ജിദ്. പോയവർ കണ്ടിട്ടുണ്ടാകും. ആദ്യം അല്ലാഹുവിന്റെ റസൂൽ 10 മാസം നമസ്കരിച്ചത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്നാണ്. പിന്നീടാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് പറയുന്നത്, ഹബീബായ തങ്ങളെ, റസൂലുള്ളാഹിക്ക് കഅബയിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കാൻ അതിരറ്റ പൊതിയായിരുന്നു, ആഗ്രഹമായിരുന്നു. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് പറയുന്ന, നബിയേ, കഅബയാണ് ഇനി മുതലുള്ള ഖിബില. അവിടുന്നാണ് സുബ്ഹി നിസ്കാരത്തിന്റെ സമയത്താണ് അവിടുന്നാണ് ഖിബില മാറ്റമുണ്ടായത്. ആ മസ്ജിദിന് ഇപ്പോഴും 2 കിബിലയാണ്. ഇപ്പോൾ അത് കഅബയുടെ ഭാഗത്തേക്കാണ്. 2 കിബിലയുള്ള മസ്ജിദാണ് കിബിലത്തൈൻ. ഇപ്പോഴും പോയവർ അത് കണ്ടിട്ടുണ്ടാകും. അങ്ങനെ കിബില മാറ്റം നടന്നത് ഈ ശഅബാൻ മാസത്തിലാണ്. അങ്ങനെയുള്ള 7 പ്രത്യേകതകളാണ്. അങ്ങനെ ധാരാളം പ്രത്യേകതകളുണ്ട്. പ്രധാനപ്പെട്ട 7 പ്രത്യേകതകളാണ് വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തിലുള്ളത്. ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട, ഇങ്ങനെയുള്ള ധാരാളം സ്വലാത്തുകൾ ചൊല്ലേണ്ട മാസമാണ് പവിത്രമാക്കപ്പെട്ട ശഅബാൻ മാസം. ശഅബാൻ മാസത്തിൽ ധാരാളം സ്വലാത്തുകൾ നമ്മൾ അധികരിപ്പിക്കണം. ഹബീബായ റസൂലുള്ളാഹിന്റെ മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം. ശഅബാനു ശഹരി
എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം. ഇൻഷാ അല്ലാഹ് നമുക്കൊരു സ്വലാത്തിന് നമുക്ക് പഠിക്കാം. ഈ സയ്യിദിയ മജ്ലിസിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ഈ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കൊരു സ്വലാത്തിന്, ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു സ്വലാത്തിന് നമുക്ക് പഠിക്കാം. ധാരാളം സ്വലാത്തുകൾ നമുക്ക് ഈ മാസത്തിൽ നമുക്ക് ചൊല്ലി തീർക്കണം. ധാരാളം ആളുകൾക്ക് അറിയാത്ത ഒരു പവർഫുള്ളായിട്ടുള്ള സ്വലാത്ത്, ധാരാളം മഹത്വങ്ങളുള്ള സ്വലാത്ത്. ഒരാളെങ്ങാനും സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്നത് ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് നമുക്ക് ലഭിക്കും, അവിടുത്തെ ശഫാഅത്ത് ലഭിക്കും. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി നൽകും. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഇടങ്ങേറിൽ നിന്നും അല്ലാഹു വലിയ സംരക്ഷണം നൽകും. സ്വലാത്ത് ചൊല്ലിയാൽ, ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ, അതല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്തിലൂടെ ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നിശ്ചയമായിട്ടും നബിയേ, അങ്ങയുടെ മേൽ ഞാനും എൻ്റെ മലായികത്തീങ്ങളും ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അനുയായികളോട്, അതുകൊണ്ട് നബിയേ മുഅ്മിനീങ്ങളോട് നിങ്ങൾ സ്വലാത്ത് ചൊല്ലാൻ പറയണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. ഇന്ന് നമ്മൾ ഈ സയ്യിദിയ മജ്ലിസിൽ ചർച്ച ചെയ്യുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള സ്വലാത്താണ്. ആ സ്വലാത്ത് ആരെങ്കിലും ഒരു 100 പ്രാവശ്യം ചൊല്ലിയാൽ, കൂടുതലൊന്നും വേണ്ട, ഒരു 100 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ 100 ഉദ്ദേശങ്ങൾ, അവൻ്റെ 100 മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കും. അല്ലാഹു ഹാസിലാക്കി കൊടുക്കും. നമുക്കുണ്ടോ 100 മുറാദുകൾ? നമുക്ക് 100 ഉദ്ദേശങ്ങൾ നമുക്കുണ്ടോ? 100 ആഗ്രഹങ്ങൾ അല്ലാഹു പൂവണിച്ചു കൊടുക്കും. ഒരാൾ 100 പ്രാവശ്യം ചൊല്ലിയാൽ, ആരെങ്കിലും ആ സ്വലാത്ത് 100 പ്രാവശ്യം ചൊല്ലിയാൽ അവൻ്റെ 100 ആഗ്രഹങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കുമെന്ന് ആരംഭപ്പുവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. 100 ആഗ്രഹങ്ങൾ നമുക്കുണ്ടോ? എൻ്റെ മുത്തുമിനിങ്ങളെ 100 ആഗ്രഹങ്ങളുണ്ടോ? നമ്മൾ ആഗ്രഹം എന്താണ്? ഒരു ഭൂമി വേണം. ഭൂമി ഇല്ലാത്തവൻ്റെ ആഗ്രഹം ഒരു ഭൂമി വേണം, അതിൽ ഹൈറായൊരു ഭവനം വേണം, ഭർത്താവിന് ഹൈറായ ജോലി വേണം, മകൻക്ക് ഹൈറായ ജോലി വേണം. പിന്നെന്താണ് ആഗ്രഹം? മകൻക്ക് ഹൈറായ ഒരു ഇണയെ ലഭിക്കണം, അല്ലെങ്കിൽ മകൾക്ക് ഹൈറായ ഒരു ഇണയെ ലഭിക്കണം. കടങ്ങൾ വീടണം, ജോലിയിൽ ബർക്കത്തുണ്ടാവണം, അല്ലെങ്കിൽ ബിസിനസ്സിൽ ബർക്കത്തുണ്ടാവണം. ഇതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ചെറിയ ആഗ്രഹങ്ങൾ. അതല്ല പറയുന്നത് 100 ആഗ്രഹങ്ങൾ. അത് എത്ര വലിയതാണെങ്കിലും, എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അല്ലാഹു നിറവേറ്റി തരുന്ന ഒരു മഹത്താക്കപ്പെട്ട സ്വലാത്തിനെ നാളെ മുതൽ നമുക്ക് ചൊല്ലിത്തുടങ്ങാം. നാളെ മുതൽ മഹത്താക്കപ്പെട്ട ശഅബാൻ 1 മുതൽ നമുക്ക് ഈ സ്വലാത്തിനെ പ്രാവർത്തികമാക്കേണ്ട മുത്തുമിനീങ്ങളെ. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നിവേദനം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ 100 ആഗ്രഹങ്ങള്, ദുനിയാവിലുള്ള 100 ആഗ്രഹങ്ങൾ അല്ലാഹു പൂവണിച്ചു നൽകും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇതുവരെ കളവ് പറയാത്ത ആരംഭപ്പുവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞതാണ്. ഈ സ്വലാത്തെങ്ങാനും ചൊല്ലിയാൽ അവൻ്റെ ദുനിയാവിലെ 100 ആഗ്രഹങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കും. ആ മഹത്താക്കപ്പെട്ട സ്വലാത്തിനെ ഇൻഷാ അല്ലാഹ് ഈ ശഅബാനിൽ ധാരാളം സ്വലാത്തുകൾ നമ്മൾ ചൊല്ലണം. ഈ സ്വലാത്തിന് ഇൻഷാ അല്ലാഹ് നിങ്ങൾ മുറുകെ പിടിക്കുക. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. എന്താണ് സ്വലാത്ത്?
ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. ഇൻഷാ അല്ലാഹ് പഠിക്കുന്നതിനോടൊപ്പം ഒരു 11 പ്രാവശ്യം ഒരു തബറുക്കിന് വേണ്ടി എല്ലാവരും നാളെ മുതൽ 100 പ്രാവശ്യം ചൊല്ലണം. ഒരു തബറുക്കിന് വേണ്ടി, ബറക്കത്തിന് വേണ്ടി സയ്യിദിയ മജ്‌ലിസിൽ നിന്ന് നമുക്കൊരു 11 പ്രാവശ്യം നമുക്ക് തുടക്കം കുറിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും എൻ്റെ കൂടെ ഏറ്റുചൊല്ലും ഒരു 11 പ്രാവശ്യം നമുക്ക് കൂട്ടമായി നമുക്ക് ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ മുറാദുകൾ ഹാസിലാവാൻ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എന്താണ്? ഈ സ്വലാത്തിനെ ചൊല്ലിയാൽ അവൻ്റെ 100 ആഗ്രഹം. എത്ര ആഗ്രഹങ്ങൾ എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ നമുക്കുണ്ട്. എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ എത്ര ആഗ്രഹങ്ങളുണ്ട് നമുക്ക്. അതിലൊരാഗ്രഹം പോവണിഞ്ഞാൽ പോരെ, ഒരാഗ്രഹം പോവണിഞ്ഞാൽ പോരെ. ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ ഏറ്റുചൊല്ലി. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته. إن شاء الله ഇതുപോലെയാണ് ഇൻഷാ അല്ലാഹ് ചൊല്ലേണ്ടത്. റഹ്മാനുർ റഹീമീനായ അല്ലാഹ്, കരുണക്കടലായ തമ്പുരാനെ, ഈ സ്വലാത്തിനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക്, റൗള ശരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അതിൻ്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. ധാരാളം ആഗ്രഹങ്ങൾ മനസ്സിൽ പേറി നടക്കുന്നവരുണ്ട് അല്ലാഹ്. ഈ സയ്യിദിയ മജ്‌ലിസ് കാണുന്നവരിലുണ്ട് തമ്പുരാനെ, കാണുന്നവരിലുണ്ട് അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉദ്ദേശങ്ങളെ നീ പൂവണിച്ച് നൽകണേ അല്ലാഹ്, നീ പൂവണിച്ച് നൽകണേ അല്ലാഹ്. കരുണക്കടലായ അല്ലാഹ്, ഞങ്ങൾ ചെയ്ത ഈ റജബ് മാസത്തിൽ ഞങ്ങൾ ചെയ്ത എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ അദ്കാറുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ അല്ലാഹുവേ, ഹബീബായ തങ്ങൾ പേരിൽ ചൊല്ലിയ സ്വലാത്ത്, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. അതിൻ്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉദ്ദേശങ്ങൾ നീ പൂവണിച്ച് നൽകണേ അല്ലാഹ്. റഹ്മാനുർ റഹീമീനായ അല്ലാഹ്, ഖൈറായ നിലയിൽ സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ ഈ മാസത്തെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളിലേക്ക് വരാനിരിക്കുന്നത് മഹത്താക്കപ്പെട്ട ശഅബാൻ മാസമാണ് അല്ലാഹ്. ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ, ധാരാളം ദിക്റുകൾ ചൊല്ലാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, റഹ്മാനുർ റഹീമീനായ അല്ലാഹ്, അത് കഴിഞ്ഞാൽ ഞങ്ങളിലേക്ക് വരാനിരിക്കുന്നത് വിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസമാണ് അല്ലാഹ്. നീ ഞങ്ങളിലേക്ക് അടുപ്പിക്കണേ അല്ലാഹ്, നീ അടുപ്പിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ അദ്കാറുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്, സ്വലാത്തുകൾ നീ
സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ നിന്നെ കബൂലാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിനെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാഹ്. മജ്ലിസ് കാണുന്നവരെ കൊയക്കല്ലേ അല്ലാഹ്. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ലേ അല്ലാഹ്. അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്. ഒരു ബലാകളും ഈ സയ്യിദിയ മജ്ലിസ് കാണുന്ന ഈ സയ്യിദിയം കുടുംബത്തിന് നീ കൊടുക്കല്ലേ അല്ലാഹ്. നീ കൊടുക്കല്ലേ തമ്പുരാനെ. റഹ്മാനുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്. ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തുകൾ ചെയ്ത ഭാര്യമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്. അവരെ ജോലിയിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. ജോലി ഇല്ലാത്തവർക്ക് ഹൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്. മക്കളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ്. വീടിനും നാട്ടിനും നാട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല പൊന്നു മക്കളാക്കണേ അല്ലാഹ്. നല്ല പൊന്നു മക്കളാക്കണേ അല്ലാഹ്. നല്ല പൊന്നു മക്കളാക്കണേ അല്ലാഹ്. ലഹരിക്ക് അടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ്. ഇത് ഇന്ന് നാടുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് വലിയ പ്രയാസകരമായുള്ള വാർത്തകളാണ് അല്ലാഹ്. അത്തരം പ്രയാസങ്ങളിൽ ഞങ്ങളെ മക്കളെ ചേർക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. വിവാഹ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, ഹൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. ജോലി പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഹൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ കൊയക്കല്ലേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് പരാജയം നൽകല്ലേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് പരാജയം നൽകല്ലേ അല്ലാഹ്. നീ വിജയം നീ നൽകണേ അല്ലാഹ്. നീ വിജയം നൽകണേ അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്നവരുണ്ട് അല്ലാഹ്. ഇതിൻ്റെ ഹാദിമീങ്ങളുണ്ട് അല്ലാഹ്. ഇതിൻ്റെ സേവകരുണ്ട് അല്ലാഹ്. ഇതിൻ്റെ വാഹകരുണ്ട് അല്ലാഹ്. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരുണ്ട് അല്ലാഹ്. നീ ഉയർത്തണേ അല്ലാഹ്. അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. പ്രയാസങ്ങൾ നീ നൽകണേ അല്ലാഹ്. ഖൈറിൻ്റെ കവാടങ്ങൾ അവർക്ക് നീ തുറന്നിട്ട് കൊടുക്കണേ അല്ലാഹ്. ശർറിൻ്റെ കവാടങ്ങൾ നീ കൊട്ടിയടക്കണേ അല്ലാഹ്. നീ കൊട്ടിയടക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് പരാജയം കൊടുക്കല്ലേ അല്ലാഹ്. അവരെ സ്നേഹിക്കുന്നത് ഇൽമിൻ്റെ മജ്ലിസാണ് അല്ലാഹ്. ഇൽമു പറയുന്ന വേദിയാണ് അല്ലാഹ്. നീ ഉയർത്തണേ അല്ലാഹ്. നീ ഉയർത്തണേ അല്ലാഹ്. നീ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ധാരാളം ആളുകൾ രോഗികളാണ് അല്ലാഹ്. രോഗശമനം നീ നൽകണേ അല്ലാഹ്. ആജിലായ കാമിലായ ശിഫ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. സ്റ്റോക്കും ബ്ലോക്കും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഷുഗർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഇത്തരം നിത്യാസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ധാരാളം ആളുകൾ, ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ രോഗങ്ങൾ നിനക്കറിയാമല്ല തമ്പുരാനെ. നീ ശിഫാ നൽകണേ അല്ലാഹ്. നീയാണ് ശാഫിഉ തമ്പുരാനെ. നീ ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ശരീരം മൊത്തം നീ കൊയക്കല്ലേ അല്ലാഹ്. ഒരു ഭാഗം കുഴങ്ങി മൂത്രത്തിന് പൈപ്പിട്ട് ഭക്ഷണത്തിന് പൈപ്പിട്ടൊരു മൂലയിൽ കിടക്കേണ്ട അവസ്ഥ, രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു. ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു. മക്കൾ പറയുന്ന അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളെ കെടുത്തല്ലേ അല്ലാഹ്. അത്തരം രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്.
മരണം ഹൈറാകുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞ് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് പ്രയാസം നൽകല്ലേ അല്ലാഹ്, ബുദ്ധിമുട്ട് നൽകല്ലേ അല്ലാഹ്, ഇടങ്ങേറുകൾ നൽകല്ലേ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഒരു മസ്കൻ, ഒരു ഭവനം ഞങ്ങൾക്കില്ല തങ്ങളെ, അതിനുള്ള സമ്പത്തില്ല, ഭൂമിയിൽ കോട്ടൈസിലാണ്, വാടക കൊടുത്ത് കുടുങ്ങി മടുത്തു തങ്ങളെ എന്ന് സങ്കടം പറയുന്നവരുണ്ട് അല്ലാഹ്. ഹൈറായ ഒരു ഭവനം നീ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. പച്ച മണ്ണിൽ കുറ്റിയടിച്ച് കല്ലിട്ട് കട്ടില വെച്ച് എന്റെ കീശയും മേശയും കലിയാണ് തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്. അല്ലാഹു എത്രയും പെട്ടെന്ന് നീ പൂവണീച്ചു കൊടുക്കണേ അല്ലാഹ്. നിന്റെ ഖജനാ വിശാലമാണല്ലോ അല്ലാഹ്, അതിൽ നിന്ന് നീ കൊടുക്കണേ അല്ലാഹ്, അതിൽ നിന്ന് നീ കൊടുക്കണേ അല്ലാഹ്. സമ്പത്തിന്റെ ഉറവിടത്തിൽ നീ വിശാല നൽകണേ അല്ലാഹ്, സമ്പത്തിന്റെ ഉറവിടത്തിൽ വിശാല നൽകണേ തമ്പുരാനെ. കടമാണ് തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്, ധാരാളം ആളുകൾ പറഞ്ഞവരുണ്ട് അല്ലാഹ്. കടം വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാഹ്. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. കടം തന്ന് ഞങ്ങളെ മൗത്താക്കല്ലേ അല്ലാഹ്, കടം തന്ന് ഞങ്ങളെ മൗത്താക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം അല്ലാഹ് നീ എളുപ്പമാക്കണേ അല്ലാഹ്, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ വെറുത്താൽ ആ വെറുപ്പ് കൊണ്ട് ഞങ്ങൾക്കൊരു കോട്ടവുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാഹ്, നീ ഞങ്ങളെ ഒറ്റപ്പെടുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് പ്രയാസം നൽകല്ലേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ മാനക്കേടുകൾ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്, അഭിമാനം നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ ഇഷ്ടം വെച്ചാൽ ആ ഇഷ്ടം കൊണ്ട് ഞങ്ങൾക്കൊരു നേട്ടവുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ ഇഷ്ടം വെക്കണേ അല്ലാഹ്, നീ ഞങ്ങളെ സ്നേഹിക്കണേ അല്ലാഹ്, നീ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാഹ്. ആക്സിഡന്റ്, അപകട മരണങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. നടു റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാഹ്. കീറി മുറിക്കേണ്ട അവസ്ഥ, വെട്ടിപ്പൊളിക്കേണ്ട അവസ്ഥ അല്ലാഹുവേ ഞങ്ങളുടെ ശരീരത്തിൽ നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെ ശരീരത്തിൽ നൽകല്ലേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ മക്കളുടെ ശരീരത്തിൽ നീ നൽകല്ലേ അല്ലാഹ്. ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ മജ്‌ലിസിനെ സ്നേഹിക്കുന്നവര്, സഹായിക്കുന്നവര്, സഹകരിക്കുന്നവരുണ്ട് അല്ലാഹ്. നീ അവരെ ഉയർത്തണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. അവരെ ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, അവരെ ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അവരെ ബിസിനസ്സിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, അവരെ ബിസിനസ് സ്ഥാപനങ്ങളിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ബർക്കത്ത് ഏറ്റി ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അല്ലാഹുവേ, പ്രവാസ ജീവിതം പ്രയാസകരമാക്കല്ലോ അല്ലാഹ്, പ്രവാസ ജീവിതം പ്രയാസകരമാക്കല്ലോ അല്ലാഹ്. തനാസുൽ റെഡിയായിട്ടില്ല, ഇഖാമ ശരിയായിട്ടില്ല അല്ലാഹ്. കഫീലിന്റെ പ്രയാസങ്ങൾ പറയുന്നവർ അല്ലാഹുവേ, എല്ലാ പ്രയാസങ്ങളും നീ പരിഹരിക്കണേ അല്ലാഹ്, നീ പരിഹരിക്കണേ അല്ലാഹ്. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്നൊരവസ്ഥ എൻ്റെ പ്രവാസികൾക്ക് നീ കൊടുക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു പ്രവാസിക്ക് മാത്രം അവസ്ഥകൾ നീ കൊടുക്കല്ലേ അല്ലാഹ്, നീ കൊടുക്കല്ലേ അല്ലാഹ്, നീ കൊടുക്കല്ലേ തമ്പുരാനെ. എൻ്റെ ദ്വീപിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാര് ഞങ്ങൾ അതിലൊറ്റ സ്നേഹിക്കുന്നവരാണ് അല്ലാഹ്. നീ അവരെ കാത്തോളണേ അല്ലാഹ്, നീ അവർക്ക് കാവല് കൊടുക്കണേ അല്ലാഹ്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഈ ഇമ്മരപ്പടിയിൽ വന്ന് സങ്കടങ്ങള്, നീറുന്ന പ്രയാസങ്ങള്, വേവലാതികള്, പൈശാചികമായ ഉപദ്രവങ്ങൾ പറയുന്നവരുണ്ട് അല്ലാഹ്. അവരെ പ്രയാസങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്, അവർക്ക് റാഹത്തേകണേ അല്ലാഹ്, അവർക്ക് ബർക്കത്തേകണേ അല്ലാഹ്. അവരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ മാറ്റി അവർക്ക് റാഹത്തിലാക്കണേ അല്ലാഹ്. അവരെ മനസ്സമാധാനം അവർക്ക് കൊടുക്കണേ അല്ലാഹ്, സമാധാനം കൊടുക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ കാത്തോളണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് കാവല് നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാഹ്.
സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവര് ഇന്ന് 6 അടി മണ്ണിലാണ്. അല്ലാഹ് അവർക്ക് പുറത്തു കൊടുക്കണം. അല്ലാഹ് അവരെ കബറിടം നിറാഹത്തിലാക്കണം. അല്ലാഹ് അവരെല്ലാം ആഗ്രഹിക്കുന്നത്, അല്ലാഹ് ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഈ മജ്ലിസ് കാണുന്നവർ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ മജ്ലിസിലിരുന്ന് കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കൈ ഉയർത്തുമെന്നാണ്. അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആഫിയത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ആരോഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് 10 മാസം നൊന്തു പ്രസവിച്ച് മാറോടണച്ച് അമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ്. അല്ലാഹ് ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി തീർന്നതുപോലെ ഒരുങ്ങി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ്. അല്ലാഹ് ഉപ്പാക്കും ഉമ്മാക്കും നീ പൊറുക്കണം. അല്ലാഹ് അവർ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ. അല്ലാഹ് ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ. അല്ലാഹ് തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം അവർ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണേ. അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മൗത്താകുമല്ലോ. മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ. അല്ലാഹ് ഈമാൻ പരിപൂർണമാക്കണേ. അല്ലാഹ് ഈമാൻ പരിപൂർണമാക്കണേ തമ്പുരാനെ. നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല. അല്ലാഹ് നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ. അല്ലാഹ് കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാഹ് ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ. അല്ലാഹ് നീ ഹറാമാക്കണേ. അല്ലാഹ് ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി الشيطان ومن ظلم السلطان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. السلام നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ മജ്ലിസ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസ്റ്റർ കാണാം. നമ്മുടെ സയ്യിദിയ മജ്ലിസിൻ്റെ കീഴിൽ എൻ്റെ നേതൃത്വത്തിൽ 2 ഹറമകളിലേക്ക് ഉംറ സർവീസ് ഇൻഷാ നടത്തുന്നുണ്ട്. ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാവരും ആഗ്രഹിച്ച് മനസ്സിലതിരറ്റു പുതിയായി നടക്കുന്നവരാണ്. നമ്മളെ കമൻറ്റ് ബോക്സിൽ തന്നെ ധാരാളം ആളുകൾ അറിയിക്കുന്നുണ്ട്, വിളിച്ചറിയിക്കുന്നവർ, മെസ്സേജുകൾ അയച്ചറിയിക്കുന്നവർ, ആഗ്രഹിക്കുന്ന ആളുകൾ ആ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി സീറ്റുകൾ ബുക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിലൊന്ന് ചെല്ലാനും മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ തൗഫീഖ് അനുഗ്രഹിക്കണേ തമ്പുരാൻ.